ജിഷ്ണുവിന്റെ ആത്മഹത്യയിൽ പാമ്പാടി നെഹ്റു കോളേജിനെ വെട്ടിലാക്കി സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ട്. കോപ്പിയടി ആരോപിച്ച് ശകാരിച്ചതിൽ കോളേജിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കി നൽകുന്നതിൽ ജാഗ്രത പുലർത്തുമെന്ന് സർവകലാശാല രജിസ്ട്രാർ ജി.പി. പത്മകുമാർ പറഞ്ഞു. സർവകലാശാല റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും നേതൃത്വത്തിൽ ഇന്നലെ നെഹ്റു കോളേജിൽ നടന്ന തെളിവെടുപ്പിൽ ജിഷ്ണു കോപ്പിയടിച്ചതിന് യാതൊരു തെളിവും അധികൃതർക്ക് ഹാജരാക്കാനായില്ല. ജിഷ്ണു പരീക്ഷാ ഹാളിൽ കോപ്പിയടിച്ചിട്ടില്ലെന്ന് സഹപാഠികളും മൊഴി നൽകി. ജിഷ്ണുവിന്റെ ബെഞ്ചിലെ സഹപാഠിയുടെ ഉത്തരക്കടലാസ് നോക്കിയെഴുതിയെന്നാണ് കോളേജ് വാദിച്ചത്. എന്നാൽ തന്റെ ഉത്തരക്കടലാസിൽ ജിഷ്ണു നോക്കിയിട്ടില്ലെന്ന് ആ വിദ്യാർത്ഥിയും മൊഴി നൽകി. കോപ്പിയടി നടന്നാൽ അതേ ദിവസം ഓഫീസ് സമയം കഴിയുന്നതിന് മുമ്പ് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ ഇത്തരമൊരു റിപ്പോർട്ട് എത്തിയിട്ടില്ല. കോളേജ് അധികൃതർ അകാരണമായി ശകാരിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് സംഘം വിലയിരുത്തി. പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ പ്രവീണിൽ നിന്നും മൊഴിയെടുക്കാനുണ്ട്. ഇതുകൂടി ലഭ്യമായ ശേഷം വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകും. കോളേജിലെ ഇടിമുറി സംബന്ധിച്ച പരാതികൾ സർവകലാശാല സംഘത്തിന് മുന്നിലും എത്തി. പീഡനങ്ങളെ സംബന്ധിച്ച പരാതികൾ കണക്കിലെടുത്ത കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കി നൽകുന്ന കാര്യത്തിൽ സർവകലാശാല ജാഗ്രത പുലർത്തുമെന്ന് രജിസ്ട്രാർ ജി.പി. പത്മകുമാർ പറഞ്ഞു. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ട്. ഓരോ വർഷവും അഫിലിയേഷൻ കൊടുക്കുന്നതിനും അത് ഏത് സമയത്തും നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയുള്ള വിദഗ്ധ സമിതിയെ വെച്ച് നമുക്ക് പരിശോധിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. സർവകലാശാല റിപ്പോർട്ട് ലഭിക്കുന്നതോടെ സർക്കാർ തലത്തിലും കോളേജിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ.